ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി സഖാവ് പിണറായി പറഞ്ഞു, നമ്മൾ ഒരുപാട് മാറി, വസ്ത്രം ധരിക്കാനുണ്ട്, ഭക്ഷണം കഴിക്കാനുണ്ട്, പാർപ്പിടമുണ്ട്, നമ്മൾക്ക് സഞ്ചരിക്കാൻ നല്ല പാതകളുണ്ട്. പക്ഷേ ആധുനിക ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങൾ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഉണ്ടാവണം. വളരെ സാധാരണക്കാരായ ആളുകളുടെ ജീവിതത്തിൽ അവശേഷിക്കുന്ന കഷ്ടതകൾ മാറ്റണം. അതിനാ 4 മിഷനുകൾ തുടങ്ങിയത്. ഞാൻ ആ മിഷനെ കുറിച്ചും വിശദീകരിക്കുന്നില്ല. ഹരിത കേരള മിഷനും വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും ആർദ്രം മിഷനും ലൈഫ് മിഷനും ലോകത്തിലെവിടെയെങ്കിലും ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് വീടില്ലാത്ത സകലയാൾക്കും വീടുണ്ടാക്കി കൊടുക്കാമെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടോ? കേരളത്തിൽ ഇത് ചെയ്യുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ ഒരു സർവേ നടത്തി മഴയത്ത് നനയാതെ കിടക്കാൻ മനുഷ്യർക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ വീടില്ലാത്തവരുടെ സർവേ എടുത്തിട്ടുണ്ടോ? ലോകത്തിലെ 3ാമത്തെ ശക്തിയായിട്ട് ഇന്ത്യയെ മാറ്റാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിയുടെ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ അങ്ങനെ ഒരു സർവേ നടത്തി ആ പാവങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? ഇന്നും കടലാസ് ടെന്റ് കെട്ടി താമസിക്കുക. ചില ടെന്റുകളുടെ മുറ്റത്ത് ഒരു കട്ടിലുണ്ടാവും, 4 മരക്കുറ്റി കുഴിച്ചിട്ടിട്ട് അതിൻ്റെ മേലെ ചൂടിയും അല്ലെങ്കിൽ മറ്റേ പ്ലാസ്റ്റിക്കും ഒക്കെ വരിഞ്ഞുണ്ടാക്കുന്ന കട്ടില. മഴയില്ലെങ്കിൽ നക്ഷത്രം എണ്ണി കിടക്കാം. മഴ പെയ്താൽ ഈ കട്ടിലെടുത്തിട്ട് ഈ കുടിലിനകത്തേക്ക് ഇടാൻ സ്ഥലവും ഇല്ല. ഇടണമെങ്കിൽ ഇത് പറിച്ചെടുത്തിട്ട് കൊണ്ടുപോയിട്ട് അവിടെ കുഴിച്ചിടണം അകത്ത്. അതാണോ കേരളം? എന്നിട്ട് ലജ്ജയില്ലാതെ ഈ കേരളത്തെ വലിയ ശക്തിയാക്കി മാറ്റിയെന്ന് ഇവിടുത്തെ BJP-ക്കാർ പ്രസംഗിക്കുമ്പോൾ തങ്ങളെന്തോ മഹത്തായ കാര്യം ചെയ്തു, ആ യുഗത്തിലേക്ക് കേരളത്തെ നയിക്കണമെന്ന് VD സതീശനും UDF-ഉം പ്രസംഗിക്കുമ്പോൾ അത് ഈ നാട്ടുകാരെങ്ങനെയാണ് അംഗീകരിക്കുക? ഇവിടെ നമ്മൾ ലൈഫ് മിഷനിലൂടെ 5 ലക്ഷത്തിനടുത്ത് വീട് പൂർത്തിയാക്കി താക്കോൽദാനം നിർവഹിച്ചു. ഇനി ബാക്കി അവശേഷിക്കുന്നു. 3ാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വന്നാൽ ആരെങ്കിലും അർഹതയുള്ളവർ ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി പരിഗണിക്കാനാണ് തീരുമാനിച്ചത്. വളരെ കുറച്ചേ അർഹതയുള്ളവരെ ഒരുപക്ഷെ അപേക്ഷിക്കാൻ കഴിയാതെയോ അല്ല ഭൂമിയുടെ ചില പ്രശ്നത്തിന്റെ ഭാഗമായിട്ടോ ഒഴിവായി പോയിട്ടുണ്ടാവുള്ളൂ. എന്നാൽ UDF അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുക ലൈഫ് മിഷൻ റദ്ദാക്കും എന്നാണ് പറഞ്ഞത്. അവിടെ തൃശ്ശൂര് ആരെങ്കിലും സഹായിച്ചിട്ട് നമുക്ക് ഗവൺമെന്റിന്റെ കാശ് കൊണ്ട് മുഴുവൻ തികയില്ല. ചിലർ ഭൂമി വെറുതെ തന്നിട്ടുണ്ട്, ചിലർ ഫ്ലാറ്റ് കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പൈസയുള്ള ആളുകൾ വന്നിട്ട് ചെയ്തു തരട്ടെ, അതല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്. അങ്ങനെ ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കുമ്പോൾ ആ ഉണ്ടാക്കാൻ വന്ന ഏജന്റ് നമ്മൾ പൈസ ഒന്നും കയ്യിൽ വാങ്ങില്ല, അവരുണ്ടാക്കി തരും. അതിൻ്റെ ഗുണമേന്മ നമ്മൾ പരിശോധിക്കും. അത് ശരിയാണെങ്കിൽ നമ്മൾ അംഗീകരിച്ചിട്ട് അത് ഗവൺമെന്റിന് കൈമാറും. അല്ലാണ്ട് നമ്മളതിലൊന്നും ചെയ്യുന്നില്ല. ആ വന്നവരാർക്കോ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തു എന്നോ മറ്റോ പറഞ്ഞിട്ട് അവിടുത്തെ MLA കോൺഗ്രസ് MLA അതിൻ്റെ മുന്നിൽ പോയി കുത്തിയിരുന്ന് അതിപ്പോൾ ചെയ്യാൻ കഴിയാണ്ടായി അതിങ്ങനെ അസ്ഥികൂടമായിട്ട് അവിടെ നിൽക്കുക. അത് പൂർത്തിയാക്കിയിരുന്നെങ്കിൽ 230-ലേറെ കുടുംബങ്ങൾക്ക് അവിടെ കയറി താമസിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ നമ്മളതിന് പകരം മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കി ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുത്തു. ഇതാണ് കേരളം.